ഹായ് ഫ്രണ്ട്സ്, പുതിയ മൊബൈലൊക്കെ വാങ്ങി നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് നല്ല സ്പീഡും സ്മൂത്തും പെർഫോമൻസും ഒക്കെ നമുക്ക് എല്ലാവർക്കും ലഭിക്കാറുണ്ട്. പിന്നെ കുറച്ചു കാലമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പഴയ ആ ഒരു സ്പീഡും അതുപോലെ തന്നെ പെർഫോമൻസും ഒന്നും നമുക്ക് ആർക്കും ആ ഒരു മൊബൈൽ ലഭിക്കാറില്ല. പിന്നെ ആ ഒരു മൊബൈൽ ഉപയോഗിക്കാൻ തന്നെ ഒരു സുഖം കാണില്ല. ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? മൊബൈലിന്റെ അകത്ത് തന്നെ 2-3 സെറ്റിംഗ്സുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. എവിടെയാണ് ആ സെറ്റിംഗ്സ് ഉള്ളത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓരോ മൊബൈലിലും ഓരോ രൂപത്തിലായിരിക്കും സെറ്റിംഗ്സുകൾ ഉണ്ടാകുക. ഇവിടെ എബൌട്ട് ഫോൺ എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇവിടെ ബിൽഡ് നമ്പർ എന്ന് കാണുന്ന ഭാഗത്ത് തുടരെ 7-7 പ്രാവശ്യം ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നിർത്തി വെക്കരുത്. ഇങ്ങനെ തുടരെ ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും. സ്ക്രീനിൽ എന്താണ് നിങ്ങൾ ലോക്ക് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓക്കെ കൊടുക്കേണ്ടതായിട്ട് കാണിക്കും. അതായത് ഡെവലപ്പർ ഓപ്ഷൻ ഇപ്പോൾ എനബിൾ ആയിട്ടുണ്ട്. അത് ഓക്കെ കൊടുത്താൽ ഉടനെ തന്നെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഓപ്ഷൻ എനബിൾ ആയിട്ടുണ്ടാകും. ഇവിടെ നിന്നും നമുക്ക് ബാക്ക് വന്നിട്ട് നേരത്തെ കണ്ട എബൌട്ട് ഫോണിന്റെ തൊട്ട് താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഓപ്ഷൻ ഇവിടെ എനബിൾ ആയി വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ മൊബൈൽ അങ്ങനെ കാണുന്നില്ല എങ്കിൽ ഇവിടെ സെർച്ച് ബാർ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കിട്ടും. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഏറ്റവും മുകളിൽ ഇത് എനബിൾ ആയിട്ടാണ് ഉണ്ടാകുക. ഇവിടെ നിന്ന് കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭ്യമാകും. ഇവിടെ എഴുതിയിട്ടുണ്ടാകും ലോഗർ ബഫർ സൈസസ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും സെലക്റ്റഡ് ആയിട്ടുണ്ടാകുക. അതിൽ നിന്നും മാറ്റിയിട്ട് ഏറ്റവും താഴെയുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക, അവിടെ തന്നെ സെലക്റ്റഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതാണ്. അതിനുശേഷം നിങ്ങളൊന്ന് ബാക്ക് വരിക. ഓക്കെ, എന്നിട്ട് വീണ്ടും നിങ്ങൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സിസ്റ്റം ട്രേസിംഗ്. ഓക്കെ, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിൽ ഏതെങ്കിലും ഭാഗം ഓണിലാണെങ്കിൽ, മുകളിൽ മാത്രമാണ് കേട്ടോ, അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ആയിരിക്കണം. ഇതൊക്കെ ഓണിലാണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരാം. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാറ്റഗറീസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എനബിൾ ആയി കിടക്കുന്നുണ്ടാകും. അതൊക്കെ നിങ്ങൾ ഇതുപോലെ ടിക്ക് മാർക്ക് ഒഴിവാക്കുക. എത്രത്തോളം ഓൺ ആയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ കാണിക്കുന്നത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എനബിൾ ആയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെ ഞാൻ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു സെറ്റിങ്സ് മാത്രം നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. പവർ മാനേജ്മെൻറ്റ്. ഓക്കെ, അത് മാത്രം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഓക്കെ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഡെവലപ്പർ ഓപ്ഷനിൽ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ മൊബൈൽ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾക്ക് പഴയ അതേ സ്പീഡിലും സ്മൂത്തിലും നല്ല പെർഫോമൻസിലും നിങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മൊബൈലിൻ്റെ പെർഫോമൻസ് ഒക്കെ വളരെയധികം കുറഞ്ഞു പോകുന്നു എന്ന് പരാതി പറയുന്നവർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.